നമസ്കാരം. ഞാൻ KU ഷാജി ശർമ്മ. ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം, ബംഗാളിൽ നടന്ന ഹിന്ദു കൂട്ടക്കൊല നമ്മളെല്ലാവരും ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ വഴിയില്ല. കാരണം ഒരു പത്രക്കാരനും ഒരു ദൃശ്യമാധ്യമക്കാരനും ആ ബംഗാളിൽ നടന്ന കൂട്ടക്കൊല 3 പേര് മരണപ്പെട്ടു, നൂറുകണക്കിന് ആളുകൾ പരിക്ക് പറ്റി ആശുപത്രിയിലുണ്ട്. ഒരു ദൃശ്യ മാധ്യമമോ ഒരു വാർത്തയോ വേണ്ട രീതിയിൽ കൊടുക്കാൻ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ ആളുകൾ തയ്യാറായില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടിട്ടുണ്ട്. കാരണം ആരൊക്കെ എങ്ങനെയൊക്കെ മൂടി വെച്ചാലും അത് മൂടി വെക്കപ്പെടില്ല. കാരണം സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം അത് പൊതുസമൂഹത്തിലെത്തും എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം ബംഗാളിൽ? വഖഫ് നിയമം എന്ന് പറയുന്ന ഒരു നിയമം, നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ നെഹ്റു കൊണ്ടുവന്ന ഒരു നിയമം. ആ നിയമത്തിൽ ന്യൂനപക്ഷ പ്രീണനം പോരാ എന്ന് കണ്ട് 2013 ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ അവസാന മന്ത്രിസഭയിൽ പുതിയൊരു അമെൻഡ്മെൻറ്റ് കൊണ്ടുവന്നു. 2013 സെക്ഷൻ 40 എന്നൊക്കെ പറയുന്ന ഒരു അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ, അതിന് മുൻപ് ഈ വഖഫ് ബോർഡ് കൊണ്ട് വലിയ തകരാറുണ്ടായിരുന്നില്ല. ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഇസ്ലാം ഉണ്ടാകുന്നതിന് മുൻപ് ഈ നാട്ടിലുണ്ടായിരുന്ന തിരുച്ചെന്തൂർ പോലെയുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടെ ഈ 2013 അമെൻമെൻറ്റ് നിയമം വന്നപ്പോൾ അവർ അവകാശം ഉന്നയിച്ചു വഖഫ്. കാരണം ഇതൊക്കെ വഖഫ് ഭൂമിയാണ് എന്ന് അവകാശം ഉന്നയിച്ചുകൊണ്ട് അവരേത് ഭൂമി വേണമെങ്കിലും, ആരുടെ ഭൂമി വേണമെങ്കിലും അവർക്ക് അവകാശം ഉന്നയിക്കാം. ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, മാർഗ്ഗമില്ല. ഇനി അഥവാ നമ്മൾ ചോദ്യം ചെയ്ത് പോയാൽ വഖഫ് ട്രൈബ്യൂണലാണ് പോകേണ്ടത്. വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് വന്ന ആരാണ്? ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും വഖഫ് ബോർഡിൽ നിന്ന് നമുക്ക് നീതി കിട്ടില്ല. നമ്മുടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഈ ആളുകളുടെ കയ്യിലുള്ളത്. അനധികൃതമായ ഇവിടുത്തെ ഹൈന്ദവൻ്റെ, മുസൽമാൻ്റെ, ക്രിസ്ത്യാനിയുടെ, നമുക്കറിയാം നമ്മുടെ വിഴിഞ്ഞം നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു അറുതി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് നിയമത്തിൽ അമെൻമെൻറ്റ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. നോക്കൂ, കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു നിയമം, പാർലമെൻറ്റിൽ ഭൂരിപക്ഷ തീരുമാനപ്രകാരം ഒരു നിയമം പാസ്സാക്കുകയും ആ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച് അത് രാജ്യത്തിൻ്റെ ഒരു നിയമമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ഇവിടുത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ വിഷം ചീറ്റുന്ന ഏറ്റവും വർഗീയവാദികളായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾ, SDPI പോലെയുള്ള, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഒട്ടനവധി പേര് പറയാൻ കൊള്ളാത്ത അത്രയധികം ഭീകരവാദ സംഘടനകൾ ഈ ഭാരതത്തിലുണ്ട്. അത്തരം ഭീകരവാദ സംഘടനകളൊക്കെ കൂടി ചേർന്നുകൊണ്ട് അതിരൂക്ഷമായ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഭാരതത്തിൻ്റെ എല്ലാ സ്ഥലത്തും നടത്തുന്നുണ്ട്. അതിൽ ബംഗാൾ പോലെയുള്ള ഒരു സ്ഥലത്ത്, ബംഗാൾ നമുക്കറിയാം മമതാ ബാനർജി ഭരിക്കുന്ന, ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ബംഗ്ലാദേശി തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ നുഴഞ്ഞു കയറ്റ ഇസ്ലാമിക ഭീകരവാദികളുള്ള ബംഗ്ലാദേശിൽ അടുത്ത തവണയും ഭരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഈ ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഒത്താശ പാടുന്ന മമതാ ബാനർജിയുടെ പിന്തുണയോടുകൂടി ബംഗാളിൽ മുർഷിദാബാദ് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ അഴിഞ്ഞാടി ഇസ്ലാമിക ഭീകരവാദികൾ. നോക്കൂ, അവിടെ സംഘപരിവാറുകാരൊന്നുമില്ല, അവിടെ ഉള്ളത് മുഴുവൻ CPMകാരാണ്. CPMൻ്റെ ഏറ്റവും ശക്തമായ സ്ഥലമാണ്. പക്ഷേ ഈ വഖഫ് ബോർഡ് ഈ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുകയും അത് നിയമമായി മാറുകയും ചെയ്ത് ആ നിയമത്തിനെതിരെ നിയമപരമായി പ്രതിഷേധിക്കാനും കോടതിയിൽ പോകാനും ഒക്കെ അവർക്ക് അവകാശം ഉണ്ടായിരിക്കെ ആ അവകാശങ്ങളെ ഉപയോഗപ്പെടുത്താതെ അരാജകത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി, നാട്ടിൽ വർഗീയ ലഹളി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിലൊന്നും പെടാത്ത നിരപരാധികളായ ഹിന്ദുക്കളുടെ വീടുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് വീടുകളാണ് മുർഷിദാബാദിൽ തല്ലി തകർത്തത്. ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങൾ പിഴുതെറിഞ്ഞു. 3 പേരെയാണ് നിഷ്ഠൂരമായി അവിടെ തല്ലിയും വെട്ടിയും കൊന്നത്. ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിലാണ്. നൂറുകണക്കിന് ആളുകളുടെ വീടുകൾ തല്ലി തകർക്കപ്പെട്ടു. നോക്കൂ, അപ്പോൾ ലക്ഷ്യം എന്താണ് ഈ ഭീകരവാദികളുടെ ലക്ഷ്യം? വഖഫ് ബോർഡ് നിയമത്തിനെതിരെ സമരം ചെയ്ത് ഒന്നും നടക്കില്ലെന്ന് അവർക്കറിയാം. കാരണം പാർലമെൻറ്റ് പാസ്സാക്കി, രാഷ്ട്രപതി ഒപ്പുവെച്ച് നിയമമായി. പക്ഷേ ആ നിയമത്തിൻ്റെ പേരിൽ ഒരു അക്രമം അഴിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭാരതത്തിലെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ഇവിടെ കലാപം ഭൂമിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ ഒരു തന്ത്രം ആണ് ബംഗ്ലാദേശിൽ. അതിന് കോൺഗ്രസ്സുകാരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ചൂട്ടുപിടിച്ചു എന്നുള്ളതാണ് സത്യം. നോക്കൂ, വടക്കേ ഇന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു നാമധാരി 2 തവണ മൂത്രമൊഴിച്ച ഉടനെ പറയും സംഘപരിവാറുകാരൻ 2 തവണ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന, പശുവിൻ്റെ പേരിൽ, അരിയുടെ പേരിൽ, എന്തെങ്കിലുമൊക്കെ പേരിൽ ഏതെങ്കിലും സംഘടനകൾ, ഏതെങ്കിലും ഹിന്ദു നാമധാരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഉടനെ സംഘപരിവാറിൻ്റെ RSSൻ്റെ നെഞ്ചത്ത് കയറുന്നവരുടെ CPMകാരനും കോൺഗ്രസ്സുകാരനും. ഈ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ട 3 പേരും കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളാണ്. മരണപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ മകൻ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും അതിനെതിരെ ഒരു വാർത്ത പ്രതികരിച്ചില്ല എന്നുള്ളതാണ് കേരളത്തിൽ നിന്നല്ല, വേറെ എവിടെ പ്രതികരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരില്ല. ഒരു കോൺഗ്രസ്സുകാരനും പ്രതികരിച്ചില്ല. നമുക്ക് അവിടെ RSSകാരെയല്ല വെട്ടിക്കൊന്നത്, BJPക്കാരല്ല, പകരം ഹിന്ദുക്കളെയാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കിക്കൊള്ളുക, ഞങ്ങളുടെ പ്രവർത്തനം, അതായത് സംഘപരിവാർ എന്ന് പറയുന്ന നമ്മുടെ സംഘടന പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ മുഴുവൻ ഹിന്ദുവിനും വേണ്ടിയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരനായ ഹിന്ദു ആയാലും, കോൺഗ്രസ്സുകാരനായ ഹിന്ദു ആയാലും, BJPക്കാരനായ ഹിന്ദു ആയാലും, ജനതാദൾകാരനായ ഹിന്ദു ആയാലും, ഹിന്ദുവിനൊരു പ്രശ്നം വന്നാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ബംഗാളിൽ ആ പ്രശ്നം പൊട്ടിപ്പറപ്പെട്ട സമയത്ത് അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ടപ്പോൾ അവർക്ക് അന്തി ഉറങ്ങാനുള്ള ഇടവും അവർക്ക് ഭക്ഷണം കൊടുത്തത് സംഘപരിവാർ സംഘടനകളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഹിന്ദുക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, രാഷ്ട്രീയം നമുക്ക് രണ്ടാമതാണ്. നിങ്ങളുടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു ഒരൊറ്റക്കെട്ടായി, ഒരു ഒറ്റ ബാങ്കായി മാറിയില്ല എങ്കിൽ ബംഗാളിലെ മുർഷിദാബാദിൽ സംഭവിച്ചത് നാളെ കേരളത്തിലും ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും.
ഭാരതത്തിലെ എല്ലാ കലാപങ്ങളും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ എല്ലാ കലാപങ്ങളും RSSൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്ക് നേരെയാണ് അവർ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധിക്കണം നമ്മൾ. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പ്രീണ രാഷ്ട്രീയം നടത്തി. കോൺഗ്രസ്സാണ് ഈ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ ഈ മാറ്റം വരുത്തി ഇന്ന് കാണുന്ന തരത്തിലേക്ക് ഇത്രയും നീചമായ രീതിയിലേക്ക് നമ്മുടെ ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചത്. മുസ്ലിങ്ങൾക്ക് വാരിക്കോരി മതന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശങ്ങൾ പറഞ്ഞുകൊണ്ട് പലതും കൊടുത്ത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി തേജോവധം ചെയ്യുന്ന തരത്തിലേക്ക്, ഹിന്ദുവിൻ്റെ എന്താ പറയുക, ആ സഹിഷ്ണുതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹിന്ദുവിൻ്റെ രക്തം എന്ന് പറയുന്നത്, ഹിന്ദു എവിടെയും കലാപം ഉണ്ടാക്കിയിട്ടില്ല. ഹിന്ദു എവിടെയും ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ക്ഷമ കിട്ടുമ്പോൾ തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അത് ഗുജറാത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയും ഒരു കലാപത്തിനും കാരണക്കാരും ഹിന്ദുക്കളായിരിക്കില്ല. ഹിന്ദുവിന് നിലനിൽപ്പില്ലാതെ വരുമ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അത് നാളെയും ഉണ്ടാകും. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഈ ഭാരതത്തിൻ്റെ ചരിത്രം അതാണ്. ഈ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ചരിത്രം അതാണ്. ഈ ഭാരതത്തിൻ്റെ സനാതനധർമ്മികളായ ഈ ഹിന്ദുക്കളുടെ പൂർവികന്മാരാരാണെന്നറിയോ? റാണാ പ്രതാപനും ഭഗത് സിംഗനും ഛത്രപതി ശിവജിയും ഝാൻസി റാണിയും ആറാട്ടുപുഴ വേലായുധ പണിക്കരും പഴശ്ശിരാജയും വേലുത്തമ്പി ദളവയെ പോലെയുള്ള വീര യോദ്ധാക്കളാണ് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ പൂർവികന്മാർ. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാനുള്ള ആർജവം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിലുണ്ട്. എന്ന് വെച്ച് ഹിന്ദു ആരുടെയും മെക്കിട്ട് കയറാറില്ല. ഇങ്ങോട്ട് വന്നാൽ ഹിന്ദു വിടാറില്ല. ക്ഷമകെട്ട എന്താ ഒരു പഴഞ്ചൊല്ലില്ലേ, പ്രതികരിക്കും. അതുകൊണ്ട് ഹിന്ദു ഉണർന്നാൽ വിശ്വമുണർന്നു എന്നാവുന്നു. ഹിന്ദുവിനെ നിങ്ങൾ ഈ രീതിയിൽ ചൊറിയാൻ വരരുത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് മാത്രം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോടും കോൺഗ്രസ്സുകാരനോടും ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികൾക്കും ഒരു താക്കീതായി പറഞ്ഞുകൊണ്ട് നിങ്ങളിത് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.